NGO അസോസിയേഷൻ യോഗത്തിൽ കൂട്ടത്തല്ല് ഒരു വിഭാഗം നിലവിലെ പ്രസിഡന്റിനെതിരെ പ്രതിഷേധമുയർത്തുന്നു. വിജിൻ വായാന്തോട് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിജിൻ, ചവറ ജയകുമാർ കാലാവധി കഴിഞ്ഞിട്ടും പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നു എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. എന്താണ് നിലവിൽ സംഭവിക്കുന്നത് അവിടെ? വിൻഷ, അല്പം മുമ്പ് ആരംഭിച്ച കൗൺസിൽ യോഗത്തിലാണ് ഇരു വിഭാഗങ്ങളായി തിരിഞ്ഞുള്ള വലിയ സംഘർഷം യോഗത്തിൽ ഉണ്ടായത്. എന്തായാലും ചവറ ജയകുമാറാണ് കഴിഞ്ഞ 5 വർഷമായി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നത്. ഇവരെ മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞുള്ള വലിയ തരത്തിലുള്ള സംഘർഷം യോഗത്തിനകത്ത് ഉടലെടുത്തത്. ഇപ്പോഴും സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇരു വിഭാഗങ്ങളും, ഒരു വിഭാഗം ചവറ ജയകുമാറിനെ അനുകൂലിക്കുന്ന വിഭാഗം അകത്തും, ഒപ്പം തന്നെ മറ്റു വിഭാഗങ്ങൾ തൊട്ട് പുറത്തുമായി, ഗേറ്റിന് പുറത്തുമായിട്ടാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം മുദ്രാവാക്യം വിളിച്ചും പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടുമൊക്കെ ഇപ്പോഴും സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇരു വിഭാഗങ്ങളും എന്തായാലും പിന്തിരിയാൻ തയ്യാറല്ല എന്നുള്ളതാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും 5 വർഷമായി നിലവിൽ ചവറ ജയകുമാർ പ്രസിഡന്റായി തുടരുകയാണ്. ഇദ്ദേഹത്തെ മാറ്റണം എന്ന ആവശ്യമാണ്, അത് ബൈലോ പ്രകാരം ഉള്ളതാണ് എന്ന ആവശ്യമാണ് ഈ മറുവിഭാഗം ഉന്നയിക്കുന്നത്. പക്ഷേ അത് കഴിയില്ല എന്നുള്ള നിലപാടിൽ ചവറ ജയകുമാർ ഉറച്ചു നിൽക്കുകയും കൗൺസിൽ യോഗത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ജാഫർ ഖാനെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കൗൺസിൽ യോഗം കടന്നത്. ഇതിനെതിരെയാണ് വലിയ പ്രതിഷേധവും ഒപ്പം തന്നെ ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞുള്ള സംഘർഷവും നടന്നത്. നിലവിൽ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആളാണ് ജാഫർ ഖാൻ. അദ്ദേഹത്തെ പ്രസിഡന്റാക്കി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. പക്ഷേ അത് ഔദ്യോഗിക പക്ഷം അത്തരത്തിൽ കഴിയില്ല എന്ന നിലപാട് കടുപ്പിച്ചതോടെയാണ് ഈ ബേക്കറി ജംഗ്ഷനിലെ, തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ NGO അസോസിയേഷൻ ഹാളിന് മുന്നിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അരമണിക്കൂറിന് അടുത്ത് ഈ സംഘർഷം ഉടലെടുത്തിട്ട് അതിപ്പോഴും അയവ് വരുന്നിട്ടില്ല. ചെറിയ തരത്തിലുള്ള സംഘർഷത്തിന് അയവുണ്ടെങ്കിലും പക്ഷേ ഇരു വിഭാഗങ്ങളും മാറാൻ തയ്യാറാവാതെ ഇപ്പോഴും ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞുള്ള പ്രതിഷേധവും ഒപ്പം തന്നെ പരസ്പരം ഉള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ കേരള NGO അസോസിയേഷനിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ജനാധിപത്യമില്ല. ജനാധിപത്യ വിരുദ്ധമായിട്ട് ഇവിടെ കോവിഡ് മറയാക്കിക്കൊണ്ട് ഒരു സംസ്ഥാന പ്രസിഡന്റ് ജനാധിപത്യപരമല്ലാതെ കൗൺസിൽ തീരുമാനിക്കാതെ ഇവിടെ ഭരണത്തിൽ വരികയും നിരന്തരമായ 5 വർഷം തെരഞ്ഞെടുപ്പുകളെ മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതിനെതിരെ ഞങ്ങൾ പല അവസരങ്ങളിലും ഇവിടെയുള്ള കൗൺസിൽ അംഗങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടു, ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം. തെരഞ്ഞെടുപ്പിൽ ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് അവരെ അംഗീകരിച്ച് പോകാൻ ഞങ്ങൾ വില്ലിങ്ങാണ്. അപ്പോൾ ജനാധിപത്യപരമായി ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഞങ്ങളുടെ ലീഡറെ, ഞങ്ങളുടെ പ്രസിഡന്റിനെ, ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് തരണം എന്ന് ആവശ്യപ്പെടുകയും അത് KPCC അംഗീകരിച്ചുകൊണ്ട് ഒരു ഡേറ്റ് ഉപസമിതിയെ വെക്കുകയും ആ ഉപസമിതിയുടെ തീരുമാനപ്രകാരമാണ് ഇന്ന് കേരളത്തിലെ ഏകദേശം 800-ലധികം വരുന്ന കൗൺസിൽ അംഗങ്ങൾക്ക് രേഖാമൂലം നോട്ടീസ് കൊടുത്തുകൊണ്ട് അജണ്ട സംസ്ഥാന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് എന്ന് കാണിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളുടെ യോഗം വിളിച്ചു കൂട്ടിയത്. അവിടെ ഏകദേശം 560ഓളം പേരുടെ പിന്തുണ പരസ്യമായി രേഖപ്പെടുത്തിയ AM ജാഫർ ഖാൻ എന്ന ഇതാണ് നമുക്ക് തന്ന എല്ലാവർക്കും ഇതുപോലുള്ള നോട്ടീസ്. എന്തായാലും ഇത് തന്നെയാണ് ഈ ഇവരുടെ പ്രതിഷേധത്തിന് കാരണവും. അതായത് 5 വർഷമായി, കോവിഡിനെ മറിയാക്കി 5 വർഷമായി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയാണ് ചവറ ജയകുമാർ. അദ്ദേഹം മാറണം എന്നുള്ള കാര്യം KPCC ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്തു, അത് അംഗീകരിക്കുകയും ചെയ്തതാണ്. പിന്നീടും തുടരുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് കൗൺസിൽ യോഗത്തിൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന നടപടിയിലേക്കൊക്കെ കടന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ ചവറ ജയകുമാറും സംഘവും തയ്യാറാകുന്നില്ല. അതാണ് നിലവിലെ പ്രതിഷേധത്തിന് കാരണം. വലിയ തരത്തിലുള്ള സംഘർഷമായി അകത്തുണ്ടായിരുന്ന സംഘർഷം ഇപ്പോൾ ഇരു വിഭാഗങ്ങളും പിരിഞ്ഞു പോകാതെ ബേക്കറി ജംഗ്ഷനിൽ തുടരുകയും ചെയ്യുകയാണ്. ശരി, വിജിൻ വായാന്തോടാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.